കാരണം അറിയാൻ വേണ്ടി വ്യോമയാന മന്ത്രാലയം ഇതിനോടകം തന്നെ ഒരു സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബോയിംഗ് വിമാന കമ്പനിയിൽ നിന്ന് വിശദീകരണം തേടും എന്ന വിവരങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ അജീഷ് ജയകുമാർ, ഈ അന്വേഷണം ഏത് തരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. അജീഷ്, ബോയിംഗ് വിമാന കമ്പനിയിൽ നിന്ന് വിശദീകരണം തേടും, കൂടാതെ ഈ പുറത്തുനിന്നൊക്കെയുള്ള ഒരു ടീം ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി എത്തുന്നുണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക് സമഗ്രമായ ഒരു അന്വേഷണം അതാണോ നടക്കാൻ പോകുന്നത്? അനുജ, അങ്ങനെ ഒരു അന്വേഷണത്തിനാണ് നിലവിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ നേരത്തെ തന്നെ ആ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ അന്വേഷണ ഉദ്യോഗസ്ഥർ, വിദഗ്ധരടങ്ങുന്ന സംഘം നേരത്തെ തന്നെ ഇന്നലെ തന്നെ അഹമ്മദാബാദിൽ എത്തിയിരുന്നു. ആ സ്ഥലം, അപകട സ്ഥലം അവർ വിലയിരുത്തിയിരുന്നു. ആ സ്ഥലത്തിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി തെളിവുകൾ അവർ ശേഖരിച്ചിരുന്നു. അവശിഷ്ടങ്ങളൊക്കെ പരിശോധിച്ചതിൽ നിന്ന് അവർ കിട്ടാവുന്ന പരമാവധി സംവിധാനങ്ങൾ, സാധനങ്ങളൊക്കെ അവർ ശേഖരിച്ചിരുന്നു. ഇന്ന് കുറച്ച് സമയം മുമ്പാണ് ഗുജറാത്ത് ATSന്റെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നടത്തിയ പരിശോധനയിൽ അവിടെ DVR കണ്ടെത്തിയത്. ശ്രീനാഥ് പറഞ്ഞതുപോലെ തന്നെ DVRൽ നിന്ന് ഈ കോക്പിറ്റിന് അകത്തുള്ള ദൃശ്യങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്ലാക്ക് ബോക്സ് തന്നെയാണ്. രണ്ട് ഭാഗത്ത് ബ്ലാക്ക് ബോക്സ് ഉണ്ടാവും, പിന്നിലും മുന്നിലും. ഈ പിന്നിലുള്ള ഭാഗത്തിന്റെ ബ്ലാക്ക് ബോക്സ് അത് ഇന്നലെ തന്നെ കിട്ടിയിരുന്നു. മുൻഭാഗത്തുണ്ടായിരുന്ന ബ്ലാക്ക് ബോക്സ് ആണ് ഇനി കിട്ടാനുള്ളത്. അത് CVR ആണ്, കോക്പിറ്റ് വോയിസ് റെക്കോർഡറാണ്. അതിലാണ് നിർണായകമായിട്ടുള്ള ഈ പൈലറ്റുമാരുടെ കമ്മ്യൂണിക്കേഷൻസ്, ഒപ്പം തന്നെ ഈ കോക്പിറ്റിനകത്തുള്ള ആ ശബ്ദങ്ങൾ അതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഈ CVRനകത്താണ്. ഇത് കിട്ടിയാൽ ഒരുപക്ഷെ അന്വേഷണത്തിൽ കുറച്ചുകൂടി അത് ഗുണകരമാകും. പിന്നിലുള്ള ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അത് കിട്ടിയിട്ടുണ്ട്. അതിനി FSL ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ അതിൻ്റെ പരിശോധന നടക്കും. ശാസ്ത്രീയമായ പരിശോധനാ ഫലം കിട്ടാൻ ആഴ്ചകൾ, ദിവസങ്ങളൊക്കെ എടുത്തുന്നിരിക്കും. ആ പരിശോധനാ ഫലം അത് വിലയിരുത്തിയ ശേഷമാകും എന്താണ് ഈ അപകട കാരണമെന്ന് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. നിലവിൽ എഞ്ചിൻ തകരാർ ഉണ്ടായെന്നു തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന്, ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഏവിയേഷൻ മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നത്. നിലവിൽ അമേരിക്കയിലെ നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡും ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെയും അതായത് സമാനമായിട്ടുള്ള സിവിൽ ഏവിയേഷൻ ദുരന്തങ്ങൾ, അപകടങ്ങൾ, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് ബോർഡാണത്. അവരുടെ ഉദ്യോഗസ്ഥർ കൂടി വന്നതിന് ശേഷം ഇന്ത്യക്കൊപ്പം അവർ ചേർന്ന് ഈ അന്വേഷണം നടത്തുക. അപ്പോഴായിരിക്കും ഇതിലൊരു സമ്പൂർണ്ണമായിട്ട് ഒരു കാര്യങ്ങൾ, എന്താണ് അപകട കാരണം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതെ, എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. അതിനൊരു സമഗ്ര അന്വേഷണം തന്നെ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.